മാള KSRTCയിൽ നിന്നുള്ള ആദ്യത്തെ മലക്കപ്പാറ യാത്രയാണിത്. ആ യാത്രയിൽ ഒരു ഭാഗമാകുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ദിവസം ഈ കാട്ടില് ആനകളുടെ അടുത്ത് വെച്ച് ആനകൾ പോയ വഴിയിൽ സർവേ ചെയ്ത് അതിരപ്പള്ളി, വാഴച്ചാൽ, ഷോളയാർ അതുവഴി മലക്കപ്പാറ പോയിട്ട് തിരിച്ചു വരുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ യാത്രയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പക്ഷികളെയും മൃഗങ്ങളെയും കാണാൻ സാധിച്ചു. അതൊരു ഭാഗ്യമായി കരുതി നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. സമയം രാവിലെ 7 മണി. ആ കാണുന്നതാണ് നമ്മുടെ ബസ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാള KSRTC സ്റ്റാൻഡാണ്. സ്റ്റാൻഡും അതിൻ്റെ പരിസരവുമാണ് നിങ്ങൾ കാണുന്നത്. ഏതാണ്ട് എല്ലാവരും തന്നെ എത്തി. ഇപ്പോൾ ബസ് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഹായ് എൻജോ, ബൈ ഏതൻ, ഹായ്. ഈ വഴി പോകുമ്പോൾ കാണുന്ന ഒരു അമ്പലമാണ്. നല്ല ഭംഗിയുള്ളൊരു അമ്പലം. ഏതാണ്ട് നമ്മുടെ കാട് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്ക് ആന ഇറങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഈ ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കാണുന്ന കട പല പ്രാവശ്യം ആന തകർത്തതാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര KSRTC ബസ്സിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒച്ചയുണ്ടാകും. നമ്മൾ മാക്സിമം സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. എന്നാൽ പോലും നിങ്ങൾക്ക് ശബ്ദം എപ്പോഴെങ്കിലും ഇത്തിരി കൂടുതലായി തോന്നിക്കഴിഞ്ഞാൽ അതിന് ആദ്യമേ തന്നെ മാപ്പ് പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ ഏതാണ്ട് തുമ്പൂർമൊഴി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു പരിപാടിയുടെ ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ മാസം ഡിസംബർ 21 മുതലുള്ള പരിപാടിയാണ്. തുമ്പൂർമൊഴി ഡാം എന്ന് പറയുന്നത് ഇതിൻ്റെ വലതുവശത്താണ്. തുമ്പൂർമൊഴിയിലെ ഡാം ഒരു ചെക്ക് ഡാമാണ്. ഈ ഡാമിൻ്റെ വലതുവശത്ത്, അതായത് തുമ്പൂർമൊഴിയുടെ അപ്പുറത്തുള്ളത് ഏഴാറ്റുമുഖമാണ്. ഏഴാറ്റുമുഖം ഭാഗത്ത് എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഏഴാറ്റുമുഖം മാത്രമല്ല, നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലവും ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. ഇവിടെ നിറയെ എണ്ണപ്പന തോട്ടങ്ങളുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെയാണ് ഈ എണ്ണപ്പന തോട്ടങ്ങൾ. ഇവിടെ എണ്ണപ്പന കഴിക്കാൻ വേണ്ടി ആന സ്ഥിരമായി വരുന്ന കാഴ്ച എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ വേദനിപ്പിക്കുന്ന കാഴ്ച കണ്ടത്. ഒരു കുരങ്ങൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് എന്തൊക്കെയോ കഴിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഈ യാത്ര രാവിലെ മാളയിൽ നിന്ന് തുടങ്ങി മലക്കപ്പാറ പോയി തിരിച്ച് രാത്രി മാളയിലെത്തുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് നിറയെ കാഴ്ചകൾ കാണാനുണ്ട്. കാരണം കാടായതുകൊണ്ട് തന്നെ പല പല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള യാത്രയും ഈ മലക്കപ്പാറയിലേക്കുള്ള യാത്ര തന്നെയാണ്. കാരണം ഒരിക്കലും മടുക്കാത്ത ഒരു യാത്ര തന്നെയാണിത്. ഏതാണ്ട് ഒരു 100 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും ഏറ്റവും കുറവ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മനോഹാരിത ഒന്ന് നോക്കിക്കേ, എത്ര രസമാണ്. അതുമാത്രമല്ല, അതിരപ്പള്ളി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലക്കപ്പാറയിലേക്കുള്ള യാത്ര ഒരിക്കലും മടുക്കാറില്ല. കാരണം ഈ മലക്കപ്പാറയിലേക്ക് പോകുന്ന വഴി മുഴുവൻ കാടാണ്. ഇങ്ങനത്തെ ഒരു കാട് എൻ്റെ വീടിനടുത്ത് വേറെയില്ല. അതുകൊണ്ട് തന്നെ ഈ കാടും ഈ കാട്ടിലെ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം കാണാൻ വേണ്ടി പല പ്രാവശ്യം ഈ വഴി പോയിട്ടുണ്ട്. ഒരിക്കലും നമ്മളെ ഈ കാട് നിരാശപ്പെടുത്തിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ എപ്പോഴും നമുക്ക് കാണിച്ചു തരും. ഏതാണ്ട് 60 കിലോമീറ്റർ ദൂരം നമ്മൾ കാട്ടിനുള്ളിലൂടെ പോയാൽ മാത്രമേ നമുക്ക് മലക്കപ്പാറ എത്താൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ മലക്കപ്പാറ കഴിഞ്ഞാൽ പിന്നെ ഗവി റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ കാടുള്ളത്. ഏതാണ്ട് 90 കിലോമീറ്ററോളം ദൂരം കാട് മാത്രമുള്ള വഴിയാണ് ഗവിയിലൂടെ പോകുന്നത്. ആ വഴികളിലൂടെയും ഞാൻ ഒരു 6-7 പ്രാവശ്യമെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് മമ്മൂട്ടി ചിത്രം റോഷാക്ക് ഷൂട്ട് ചെയ്തത്. മമ്മൂട്ടി ഒരു മസ്താങ് കാറ് ഓടിച്ചിട്ട് പറപ്പിച്ചു വരുന്ന സീനിലെ അതെല്ലാം ഈ വഴിയിലൂടെയാണ് പോകുന്നത്. ഈ ഭാഗത്ത് റോഡിന് വീതി നന്നേ കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മഴവിൽ പാലം, അല്ല ചാർപ്പ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലായിട്ട്
ഇങ്ങനെയൊരു പാലം സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ആർക്കും അറിയില്ല. ആ പാലം വന്നതോടുകൂടി ആ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗി തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അതിരപ്പള്ളി, ചാർപ്പ, വാഴച്ചാൽ അങ്ങനെ 3 വെള്ളച്ചാട്ടങ്ങളാണ് മെയിനായിട്ട് ഈ വഴിയിലുള്ളത്. ഇപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ്. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് വണ്ടികൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ കടത്തിവിടുള്ളൂ. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കാട് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള യാത്ര വളരെ ശ്രദ്ധിച്ചു വേണം. പല സ്ഥലത്തും ആനകൾ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. പണ്ടൊക്കെ ഈ വഴി വരുമ്പോൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇവിടെയായിട്ട് നിന്ന് കുളിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വാഴച്ചാൽ ഇരുമ്പുപാലത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഈ ഇരുമ്പുപാലത്തിലൂടെ പോകുന്ന ഒരു കാഴ്ച ഞാൻ തന്നെ എൻ്റെ മൊബൈലിൽ പലവട്ടം എടുത്തിട്ടുണ്ട്. ഒരു 10-20 പ്രാവശ്യമെങ്കിലും എടുത്തിട്ടുണ്ടാവും ഏറ്റവും കുറവ്. പക്ഷെ എത്ര എടുത്താലും നമുക്ക് ഈ കാഴ്ച ഒരിക്കലും മതി വരില്ല. എപ്പോഴും താഴെ 2 വശവും നോക്കും, വല്ല ആന എങ്ങാനും നിൽക്കുന്നുണ്ടെങ്കിലോ എന്ന്. 2 വലിയ വണ്ടികൾ ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പോലും സ്ഥലം ഈ പാലത്തിലില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ എത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് വരേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഈ കാണുന്നത് പോലെ മരങ്ങൾ വട്ടം വീഴാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ വരുന്ന ഒരുവിധം എല്ലാ KSRTC ഡ്രൈവർമാരുടെ കയ്യിലും ഒരു വാക്കത്തെങ്കിലും ഉണ്ടാവും. കാരണം ചെറിയ വല്ല മരങ്ങളാണ് വീണെടുക്കുന്നതെങ്കിൽ അത് വെട്ടി മാറ്റിയിട്ട് പോകേണ്ടത് ആവശ്യമായിട്ട് വരും. കാര്യം ഫോറസ്റ്റുകാരോ മറ്റുള്ളവരോ വരണമെന്നുണ്ടെങ്കിൽ സമയം നല്ലപോലെ എടുക്കും. ഇത് പുളിയിലെപ്പാറയിലെ സ്ഥിരം കാഴ്ചയായ മ്ലാവാണ്, സാമ്പാർ ഡിയർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മ്ലാവിനെ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്, അതും ഇത്ര അടുത്ത്. ഈ പുറകിൽ കാണുന്ന കെട്ടിടം ഒരു റെസ്റ്റ് റൂമും ടോയ്ലറ്റും കൂടി ചേർന്നതാണെന്നാണ് അറിഞ്ഞത്. ഇത് പണി കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കാത്തതിൽ കുരങ്ങന്മാർ പ്രതിഷേധിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ബഹുമാനിപ്പോൾ സ്ഥിരമായിട്ട് അവിടെയാണ്. ഇവിടെ താമസിക്കുന്ന വീട്ടുകാർക്ക് ഈ കുരങ്ങന്മാരെ കൊണ്ട് നല്ല രീതിയിൽ ശല്യമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോൾ ഇടതുവശത്ത് കാണുന്നത് കമ്പിവേലിയാണ്, അല്ലെങ്കിൽ ഫെൻസിങ് ആണ്. ഇവിടെ പലപ്പോഴും ആനകൾ വരുന്നതുകൊണ്ട് തന്നെ ഫെൻസിങ് വളരെ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ്. അവിടെ നമുക്ക് നിരവധി കുഞ്ഞ് അരുവികളും വലിയ മരങ്ങളും ഇടതൂർന്ന കാടും എല്ലാം കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മൃഗങ്ങളെയും കാണാൻ പറ്റും. അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. വലതുവശത്ത് വളരെ താഴെയായിട്ട് ഒരു ആന ചെറിയ രീതിയിൽ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷ്വൽസിന് ക്ലാരിറ്റി ഇത്തിരി കുറവായിരുന്നു. ഞാൻ മലക്കപ്പാറ പോകുന്ന വഴി കണ്ടിട്ടുള്ള മൃഗങ്ങളുടെ പേരും കൂടി ഒന്നും പറയാം. ഇവിടെ ആനയെ കണ്ടിട്ടുണ്ട്, കാട്ടി, അതുപോലെ മാൻ, 3 തരം മാനിനെയും ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ മംഗൂസ്, 3 തരം കുരങ്ങന്മാരെയും ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അതുകൂടാതെ വെരുകിനെ കണ്ടിട്ടുണ്ട്. ഈ കാണുന്ന പോത്തുകളെ ഇവിടെ അടുത്തുള്ള കോളനിയിലെ ആൾക്കാർ വളർത്തുന്നതാണ്. അവർ രാവിലെ കാട്ടിലേക്ക് ഇവയെ തുറന്നു വിടും. വൈകുന്നേരം ഇവ തിരിച്ച് അവരുടെ കോളനിയിലേക്ക് എത്തും. പ്രധാനമായും അതിരപ്പള്ളിയിൽ 3 കോളനികളാണ് ഉള്ളത്. അതിലൊന്നാണ് വാച്ചുമരം കോളനി. ഈ കോളനിയോട് തൊട്ട് ചേർന്ന് തന്നെ ഫോറസ്റ്റിൻ്റെ ഓഫീസും ഉണ്ട്. ഇവിടെ വലതുവശത്ത് കാണുന്നതാണ് ഫോറസ്റ്റിൻ്റെ ഓഫീസ്. ഏതാണ്ട് 14-15 ഹെയർ പിൻ ബെൻഡുകളുണ്ട് അതിരപ്പള്ളി മലക്കപ്പാറ വഴിയിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ് ആനക്കയം ബ്രിഡ്ജ്. ബാഹുബലി സിനിമ ഇവിടെ അടുത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. റോഡൊക്കെ ഇത് മാതിരിയല്ല, റോഡ് വെറും മണ്ണ് റോഡാണ്. ചില സ്ഥലത്ത് മെറ്റലിട്ടിട്ടുണ്ട്, അങ്ങനെ ഉള്ള ചെറിയ റോഡാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്തൊരു ചായക്കട, ഒരു കുനിഞ്ഞ് കത്തുന്ന വിളക്കും, അതിൻ്റെ മുമ്പിൽ കുറേ പുട്ട് ഉണ്ടാക്കി കട്ടൻ ചായയും പുട്ടും, ആകെ കിട്ടുന്ന ഭക്ഷണം. രാവിലെ അത് കുറേ വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ വിളിച്ചപ്പോൾ കാട്ടിലേക്ക് കയറി. അപ്പോൾ അവിടെ ആൾക്കാർ പറഞ്ഞു, ആന ഇന്നലെ ഇതിലെ വന്നു പോയിട്ടുണ്ട്, സൂക്ഷിച്ചു വേണം പോകാൻ. പോയി താഴെ പുഴയിൽ ഇറങ്ങി മുഖമൊക്കെ കഴുകി വീണ്ടും
ഉച്ചയ്ക്ക് മുമ്പ് ഈ പ്രദേശത്തിന്റെ സർവേ നടത്തി. അതെങ്ങനെ സർവേ ചെയ്തു എന്ന് വെച്ചാല്, അന്നാണ് ഞാൻ കൂവി മുട്ടിക്കൽ സർവേ എന്ന് പറയുന്ന സാധനം പഠിച്ചത്. കൂവി മുട്ടിക്കൽ അറിയോ? അവിടുത്തെ ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നത് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ കണക്കാക്കിയിട്ട് ആണ് ആ ദൂരം കണക്കാക്കുന്നത്. പണ്ടത്തെ അളവ് കാട്ടിലളവൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ കൂവി മുട്ടിക്കൽ സർവേ നടത്തി അവസാനം ഇതൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഞങ്ങൾ പോയി. അന്ന് രാത്രി ഒരു 2 മണിയോട് കൂടി തൃശ്ശൂർ തിരിച്ചെത്തി. അങ്ങനെ ഒരു ദിവസം ഈ കാട്ടില് ആനകളുടെ അടുത്ത് വെച്ച് ആനകൾ പോയ വഴിയിൽ സർവേ ചെയ്ത് ജീവൻ പണയം വെച്ചിട്ട് പോയി. അങ്ങനെ ഒരു അനുഭവം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു. അതാണ് ആനക്കയം പാലം പൊളിച്ചു പണിയാൻ പോയി 55 വർഷം കഴിഞ്ഞ് അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു അടുത്ത കാലത്ത് തന്നെ പണിയും എന്ന് തോന്നുന്നു. ആനക്കയം പാലം അതുകൂടാതെ ആനക്കയം പാലാണ് മുംബൈയില്. ഇതുവഴി പോകുമ്പോൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇടതുവശത്ത് കാണുന്ന പാറയുടെ മുകളിൽ ഒരു പുലി ഇങ്ങനെ ചുമ്മാതിരിക്കുന്നതായിട്ട് കാണണമെന്നുള്ളത്. അങ്ങനെ കണ്ടാലുള്ള ഒരു ഭംഗി മനസ്സിലെപ്പോഴും ആലോചിക്കാറുണ്ട് ഈ വഴി പോകുമ്പോൾ. ഈ ഒരു മയിൽ സ്ഥിരമായിട്ട് ഈ വഴിയിൽ നിൽക്കാറുണ്ട്. നമ്മുടെ വണ്ടി പോകുമ്പോഴൊക്കെ അത് ഓടി വരും, എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നറിയാൻ. മൊത്തം 4 തരം വേഴാമ്പലുകളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. അതിൽ 4നെയും ഞാൻ ഈ കാടുകളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. നിരവധി പക്ഷികളും മൃഗങ്ങളും ഉള്ളൊരു കാടാണിത്. ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഇല്ലിക്കൂട്ടത്തിനിടയിൽ ആനയെ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇടതുവശത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു മരക്കുറ്റി കാണാം. ഇത്രയും വലിയൊരു മരം വീണിട്ടുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ചു. ഈ ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവ പലപ്പോഴും കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു ദിവസം ശരാശരി 20 മുതൽ 30 കിലോമീറ്റർ ദൂരം വരെ അവ സഞ്ചരിക്കും. ഇവ സഞ്ചരിക്കുന്നത് മെയിനായിട്ട് ഭക്ഷണം തേടിയുള്ള യാത്രകളാണ്. അത് ഭക്ഷണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടേ അവ പോവുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മനുഷ്യ മൃഗ സംഘർഷം വളരെ നല്ല രീതിയിൽ കൂടിയിരിക്കുകയാണ്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ആനയ്ക്കും അതേപോലെ മറ്റ് ജീവികൾക്കും കഴിക്കാൻ വേണ്ട ഭക്ഷണം കാട്ടിൽ ലഭിക്കുന്നില്ല. അധിനിവേശ സസ്യങ്ങൾ വളരെ അധികമായി ഈ കാടുകളിൽ കാണുന്നു. ഒരു കാടിൻ്റെ 40-50% പുല്ല് അല്ലെങ്കിൽ മരം എന്ന് പറയുന്നത് ഈ അധിനിവേശ സസ്യമായി മാറുകയാണ്. ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പ്. ഈ പൈപ്പിലൂടെയാണ് വെള്ളം പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത്. രാവിലെ നമ്മുടെ കബാലി ഒപ്പിച്ച് വെച്ച പണിയാണ്. ജോൺസൺ 2 പേരക്കുട്ടികളും കൂടിയുണ്ട്. ആണ് മുക്കുപുഴ കോളനി. നേരത്തെ നമ്മൾ വാച്ചുമരം കോളനി കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിരവധി കോളനികളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കോളനി പത്തടിപ്പാലത്തുള്ള അടിച്ചിൽ തൊട്ടി കോളനിയാണ്. അതുകൂടാതെ ഷോളയാർ കോളനി, ആനക്കയം കോളനി, വാഴച്ചാൽ കോളനി, അങ്ങനെ മറ്റു പല കോളനികളും ഇവിടെയുണ്ട്. നമ്മൾ വീണ്ടും ഒരു ഹെയർ പിൻ ബെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെ ഏതാണ്ട് 3-4 ഹെയർ പിൻ ബെൻഡ് അടുത്തടുത്തായി ഉണ്ട്. ഞാൻ ഈ വഴിയിൽ വരുമ്പോൾ ആദ്യമായി വേഴാമ്പലിനെ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ വളവ് വണ്ടി തിരിയുന്ന സമയത്ത് 2 വേഴാമ്പലുകൾ, അതും മലമുഴക്കി വേഴാമ്പലുകൾ അവിടെ നിന്ന് പറന്നുപോയി. ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഒരു നോട്ടം അതിനെ കണ്ടു. അതിനുശേഷം ഈ 2-3 വളവുകളിലായിട്ട് വേഴാമ്പലുകൾ പലപ്പോഴും പറന്നു നടക്കുന്നത് കണ്ടിട്ടുണ്ട്.
ഈ മലക്കപ്പാറയിലേക്കുള്ള യാത്രയിൽ ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെയാണ് കാണാൻ സാധ്യതയുള്ളത്. ഈ സ്ഥലത്ത് ആനയെ കാണാനാണ് സാധ്യത. ഇനി കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ കരിങ്കുരങ്ങളെ കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഇതാണ് ഷോളയാർ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ചില സമയങ്ങളിൽ താഴെ ആനയെയും കാട്ടിയെയും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ വെള്ളം ഇപ്പോൾ നല്ല രീതിയിലുണ്ട്. വെള്ളം കുറയുന്നതനുസരിച്ച് ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കര നല്ലപോലെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും അറ്റത്തായിട്ട് കാണുന്നതാണ് ഷോളയാർ ഡാം, കേരളത്തിൻ്റെ ഡാം. ഒരു കൂട്ടം ഫോറിനേഴ്സ് ബൈക്ക് റെൻ്റ് എടുത്തിട്ട് മലക്കപ്പാറ വഴി കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇവിടെ പലപ്പോഴും നമുക്ക് പല സ്റ്റേറ്റിലെയും വണ്ടികൾ ഇവിടെ കാണാൻ പറ്റും. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റിലെയും വണ്ടി ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയിൽ കയറി വന്ന ഒരു ബട്ടർഫ്ലൈ ആണ്. ഏതാണ്ട് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ നിത്യഹരിതവനം തുടങ്ങുകയാണ്, അതായത് എവർഗ്രീൻ ഫോറസ്റ്റ്. ഇവിടെയെല്ലാം നല്ല രീതിയിൽ മരങ്ങൾ ഇടതൂർന്നാണ് നിൽക്കുന്നത്. ഇവിടുത്തെ മരങ്ങൾക്കെല്ലാം നല്ല ഹൈറ്റ് ഉണ്ടാവും. അവയെല്ലാം മുകളിലേക്കാണ് വളരുന്നത്. അതിനുള്ള കാരണം ഇവിടെ വേണ്ടത്ര സൂര്യപ്രകാശം താഴേക്ക് എത്തുന്നില്ല. ഇപ്പോൾ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി മരങ്ങൾ മുകളിലേക്ക് സ്വാഭാവികമായും വളർന്നു പോകുന്നതാണ്. ഈ ഭാഗത്ത് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് ഉള്ളത്. ഇവിടുത്തെ ഇലകളൊന്നും ഒരിക്കലും കൊഴിയുകയില്ല. ഈ മരങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ തന്നെ നല്ല പച്ചപ്പായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇവയെ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗമായ വാഴച്ചാൽ ഷോളയാർ ഫോറസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് വെച്ചാണ് നമ്മൾ കബാലി എന്ന ആനയെ പലപ്പോഴും കാണാറുള്ളത്. ഞാൻ ഈ കബാലി എന്ന ആനയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. കാര്യം 10-100 പ്രാവശ്യമെങ്കിലും മലക്കപ്പാറ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ആ ആനയെ കാണാൻ വേണ്ടിയുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ഒരു പ്രാവശ്യം ഞാൻ പോയതിന് തൊട്ട് മുമ്പിലൂടെ കബാലി നടന്നു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ പാസ് ചെയ്ത് വന്ന വണ്ടി കബാലിയെ കണ്ടിട്ട് വന്നു. ഞങ്ങൾക്ക് മാത്രം കിട്ടി. അതാണ് കാട്ടിൽ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. കാര്യം അവയെ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ കുറേ അധികം ആനകളെ ഒരുമിച്ച് കാണാനും പറ്റും. എൻ്റെ ഒരു യാത്രയിൽ ഒരു 20-30 ആനകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് ഒരാനയെ പോലും കാണാതെ മടങ്ങി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന വളവിനൊരു പേരുണ്ട്, ആൻസി കർവ് എന്നാണ്. ഈ ബോർഡ് കണ്ടില്ലേ? അവിടെ ക്രൈസ്റ്റ് കോളേജിലെ ഒരു പെൺകുട്ടി 2013-14 വർഷത്തെന്തോ ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വെച്ചിരിക്കുന്നത്. മലക്കപ്പാറയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പക്ഷികളിലൊന്നാണ് മയിൽ. ഇവിടെ ഇഷ്ടം പോലെ മയിലുകളുണ്ട്. ഈ തേയില തോട്ടത്തിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മയിലുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാറുണ്ട്. അതുമാത്രമല്ല ഇവിടെ കാട്ടി, പിന്നെ വൈൽഡ് ഡോഗ്, അതേപോലെ പുലി എല്ലാം വരാറുണ്ട്. ഇതാണ് പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ. ഇത് പാരഡൈസ് ഫ്ലൈ ക്യാച്ചറില്ല, ഫീമെയിലാണ്. ഫീമെയിൽസിനാണ് ഇങ്ങനത്തെ ഒരു റൂഫസ് കളർ വരുന്നത്. ഫീമെയിൽസ് മാത്രമല്ല, ഇവരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾക്കും, അതായത് ജുവനൈലായിട്ടുള്ള കിളികൾക്കും ഈ കളർ തന്നെയാണ് ഉള്ളത്. മെയിൽ പാരഡൈസ് ഫ്ലൈ ക്യാച്ചേഴ്സിന് നല്ല വെളുത്ത നിറമാണ് ഉള്ളത്. അവയുടെ തൂവലിനും വെള്ള നിറമാണ്. ഇത് നമ്മുടെ കാട്ടുകോഴിയാണ് കേട്ടോ, പിടക്കോഴിയാണ്. 3 എണ്ണം ഉണ്ടായിരുന്നു. 3 കാണാൻ ഏതാണ്ട് ഒരേപോലെയല്ലേ. മലക്കപ്പാറയിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് കാണുന്ന ഒരു ജീവിയാണ് ഇത്. ഇത് നമ്മുടെ ചെങ്കീരിയാണ്. സ്ട്രൈപ്പ് നെക്ഡ് മംഗൂസ് എന്നുകൂടി ഇവനെ വിളിക്കാറുണ്ട്. ഇതാണ് മലബാർ വിസ്ലിംഗ് ത്രഷ്, ചൂളക്കാക്ക എന്നും വിളിക്കും. നല്ല രീതിയിൽ ചൂളമടിക്കും. ഇതാണ് സ്കെയിലി ബ്രസ്റ്റഡ് മ്യൂനിയ അല്ലെങ്കിൽ സ്പോട്ടഡ് മ്യൂനിയ. ഇവയുടെ താഴെയുള്ള ആ ഒരു സ്പോട്ട് അല്ലെങ്കിൽ പുള്ളിക്കുത്തുകൾ കൊണ്ടാണ് ഈ ഒരു പേര് ഇവയ്ക്ക് കിട്ടിയത്. ഇതാണ് കോമൺ കിങ് ഫിഷർ, ചെറിയ മീൻകൊത്തി എന്നും വിളിക്കും. എൻ്റെ മുൻപത്തെ വീഡിയോസിലും ഇതിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. മലക്കപ്പാറയിൽ കണ്ടൊരു അണ്ണാനാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന അണ്ണാനേക്കാളും വലിപ്പം കൂടുതലുമാണ്, ഇത്തിരി കളറും കൂടുതലാണ്.
ഇതാണ് സ്പോട്ടഡ് ഡവ്. ഇതിനെ അരിപ്രാവ് എന്നും വിളിക്കാറുണ്ട്. കേരളത്തിൽ കാടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രാവാണ് അരിപ്രാവ്. ആനകളല്ലേ. ഇതാണ് നമ്മുടെ മലബാർ സ്റ്റാർലിംഗ്, അല്ലെങ്കിൽ ബ്ലിറ്റ്സ് സ്റ്റാർലിംഗ് എന്നും വിളിക്കും. നമ്മളങ്ങനെ നിൽക്കുമ്പോൾ ഒരു പട്ടി ഒരു കോഴീനെ കടിച്ചെടുത്ത് ഓടുന്നുണ്ടായിരുന്നു. 990 നമ്മൾ പോയ മലക്കപ്പാറ പോയി 2 ദിവസം താമസിച്ചിട്ടുണ്ട്. സാക്ഷരതയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മലക്കപ്പാറ സ്കൂളിൽ ഒരു ക്ലാസ്സിന് 2 ദിവസം ക്ലാസ് എടുക്കാൻ പോയതാണ്. അവിടെ പോയി താമസിച്ച് അന്ന് ഈ കാണുന്ന ഇതൊന്നുമില്ല. ഇനി അന്നിപ്പോൾ മലക്കപ്പാറ അന്ന് കണ്ട മലക്കപ്പാറ എവിടെയെങ്കിലും ഞാൻ എടുത്തത്. മലക്കപ്പാറ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അതിർത്തിയാണ്. അതിൻ്റെ അപ്പുറത്ത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അപ്പർ ഷോളയാർ ഡാം തമിഴ്നാടിൻ്റെ കാണാൻ സാധിക്കും. അതുപോലെ മലക്കപ്പാറയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. അതുകൂടാതെ കാപ്പിത്തോട്ടങ്ങളുണ്ട്. അങ്ങനെ വേറെ പല എസ്റ്റേറ്റ്സും ഇവിടെയുണ്ട്. വൈകുന്നേരങ്ങളിൽ പലപ്പോഴും കോടമഞ്ഞ് മൂടിയിരിക്കുന്ന ഒരു സുന്ദരിയാണ് മലക്കപ്പാറ. ഞാൻ തന്നെ പോകുമ്പോൾ എപ്പോഴും കോടമഞ്ഞ് ആയിരിക്കാറുണ്ട്. ഈ പ്രാവശ്യം പോയപ്പോൾ മാത്രം കോടമഞ്ഞ് കാര്യമായിട്ട് ലഭിച്ചില്ല. മലക്കപ്പാറ ഭാഗത്ത് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് നമ്മുടെ KSRTC ആണ്. KSRTCയുടെ ഷെഡ്യൂൾ ഞാൻ താഴെയിട്ടേക്കും. ഇതൊരു കാട്ടിയാണ്. നമ്മുടെ വണ്ടി തൊട്ടടുത്ത് നിർത്തിയൊന്നും കൂസിലാക്കാതെ അവൻ്റെ ഭക്ഷണം കഴിക്കൽ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ തല മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം ഉള്ളിലാണ്. സംശയമൊന്നും വേണ്ട, ഇത് നല്ലൊരു കൊമ്പനാനയാണ്. പക്ഷേ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാൻ കാര്യമായിട്ട് പറ്റി. അങ്ങനെ പോകുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. മഞ്ഞക്കൊമ്പൻ നീരാട്ടം കഴിഞ്ഞ് നേരെ കയറി വരുന്നു. അവനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ 2 വഴികളാണ് ഉള്ളത്. ഒന്ന്, അവൻ്റെ നിറം ഇത്തിരി മഞ്ഞ കൂടുതലാണ്. മാത്രമല്ല അവൻ്റെ ഇടത് ചെവിയിൽ വലിയൊരു മുറിവുണ്ട്. ഇതാണ് നമ്മുടെ കാട്ടി. നമ്മളിതിനെ കാട്ടുപോത്ത് എന്നും ബൈസൺ എന്നും വിളിക്കാറുണ്ട്. പക്ഷേ അത് രണ്ടും ശരിയല്ല. ഇത് ശരിക്ക് പശുവിൻ്റെ വർഗത്തിലുള്ളതാണ്. ബൈസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മസിലളിയൻ എന്ന് വിളിക്കാം. കാരണം ഇതിന് മസിൽ കണ്ടില്ലേ, ഒരു മസിൽമാൻ്റെ പോലത്തെ ഒരു ബോഡിയാണ് ഇതിനുള്ളത്. ശരിക്കുമുള്ള കാട്ടുപോത്ത് നോർത്ത് ഇന്ത്യയിൽ കാസിരംഗ നാഷണൽ പാർക്കിലും അതുപോലെ വേറെ ചില സ്ഥലങ്ങളിലും ഉള്ളതാണ്. ശരിക്കും വാട്ടർ ബഫല്ലോ എന്നും കൂടി കാട്ടുപോത്തിനെ വിളിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ കാട്ടിക്ക് ശരിക്ക് പശുവായിട്ടാണ് സാമ്യമുള്ളത്. ചെറുപ്പത്തിൽ ഇവയ്ക്ക് നല്ല തവിട്ട് നിറമാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ പറമ്പിക്കുളം ഭാഗത്ത് നല്ല വലിപ്പമുള്ള കാട്ടികളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കോളനിയിലുള്ള ആൾക്കാർ വളർത്തുന്ന പോത്തുകളാണിത്. പലപ്പോഴും ഇവ റോഡിന് വട്ടം ചാടുകയും റോഡ് ബ്ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യും. നമ്മൾ എത്രയൊക്കെ മാറ്റാൻ നോക്കിയാലും അവർ മാറിപ്പോവുകയില്ല. അതുമൂലം പല രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളും ഇവിടെ സംഭവിക്കാറുണ്ട്. നമുക്ക് വീണ്ടും കാട്ടിയുടെ കാര്യത്തിലേക്ക് തന്നെ പോകാം. കാട്ടിയുടെ കുഞ്ഞിനെ കണ്ടാൽ പശുവിൻ്റെ കിടാവിനെ പോലെ ഇരിക്കും. വലുതാവും തോറും ഈ തവിട്ട് നിറം മാറി നല്ല കറുപ്പ് നിറമായി. ഇവയെ എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള മാർഗം ഇവരുടെ കാലിലുള്ള വെള്ള നിറമാണ്. ഏതാണ്ട് ഒരു സോക്സ് പോലെ ഇരിക്കും. മ്ലാവ് അല്ലെങ്കിൽ സാമ്പാർ ഡിയറാണ് ഇത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞില്ലേ ഈ എണ്ണപ്പനത്തോട്ടത്തിനിടയിൽ ആന നിൽക്കുന്നുണ്ടാവുമെന്ന്. തിരിച്ചു വന്നപ്പോൾ അതുപോലെ തന്നെ ഒരാന ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു.